ക്രാഫ്റ്റ് ആയിട്ടാണ് ഞാൻ വരുന്നത് ഗായ്സ്. ഫസ്റ്റ് ആണ് ബ്രെഡിൻ്റെയാണ് ഗായ്സ്. അത് തിന്നിട്ട് നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം. വേണ്ടത് ഒരു പേപ്പേഴ്സ്. അങ്ങനെ നമുക്ക് അലങ്കൂലാക്കി എടുക്കരുത്, കുറച്ചൊക്കെ ഒന്ന് വെറൈറ്റി ആവാം. എൻ്റെ ആകെ ക്ലാസ്സൊക്കെയാണ് മിത്രം. എൻ്റെ അമ്മായി ഗൾഫിൽ നിന്ന് വന്നപ്പോൾ, മാമനും ഗൾഫിൽ നിന്ന് വന്നപ്പോൾ ഇതൊക്കെ കൊണ്ടുവന്നു ഗൈസ്. ഇങ്ങനെയുണ്ട്. എൻ്റെ കൈ ഇത്ര ഒന്നും ഇല്ലെങ്കിലും പക്ഷെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ ഞാൻ ഇട്ട് കൊടുക്കും ഗൈസ്. കുറച്ചും കൂടി നീളമാണെങ്കിൽ കഴുത്തിലിടാറുണ്ട്. ഇത് പിന്നെ എൻ്റെ അമ്മയ്ക്ക് പിന്നെ നമുക്ക് കളിക്കാണെങ്കിൽ ഇങ്ങോട്ട് പഠിക്കാൻ പറ്റും. അതും ഇനി ഉണ്ടാകുമ്പോൾ കുറേ മിഠായി ഉണ്ട് കേട്ടോ. മിഠായി ഇതെനിക്ക് പിറന്നാളിൽ കിട്ടിയത് കുറേ ഉണ്ട് ഇനി. അപ്പം നമുക്ക് പിന്മാറരുത്, വേഗം പോരാ. കുറച്ച് ബട്ടർഫ്ലൈ ആണ് വയ്ക്കുക. വരച്ചാലോ? എനിക്ക് വെച്ചിട്ട് വേണം. ഹലോ ഗൈസ്, ചെറുതായിട്ടൊന്ന് മറന്നു പോയി. കുഴപ്പമില്ല, നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ ഇതുമ്മ വരയ്ക്കണ്ട. സോറി കേട്ടോ, ഒന്നും കാണാനാണോ? ബിഗ് ബോസ് ഒക്കെ കാണാൻ തുടങ്ങിയോ? ഞാൻ തുടങ്ങിയിട്ടില്ല. സ്കൂളിലും പരീക്ഷ നാളെ, യൂണിറ്റ് ടെസ്റ്റ്. പിന്നെ പശയാണ് അതിൽ വേണ്ടത്. പശ മറന്നു കൊണ്ടുവരാൻ, എടുത്തുകൊണ്ട് വരാം. പിന്നെയും വന്ന പ്ലേറ്റ് ആയിട്ട് തിന്നാന്നല്ല. പിന്നെ നമുക്ക് നേച്ചുറായിട്ടൊക്കെ വരണം. പശൊക്കെ കൈമുട്ടിയാൽ പിന്നെ പ്രശ്നവും. ഇവിടെ നമുക്ക് നാച്ചുറലായ വറ്റ് ഉപയോഗിച്ചെടുക്കാം. എന്തിനാ വെറുതെ പൈസ ഒക്കെ കളയുന്നത് പശയ്ക്ക് വേണ്ടിയിട്ട്? പശ ഇല്ലാന്നോട്ടാട്ടോ ഇതൊക്കെ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേറെ കിട്ടിയാം. പിന്നെ ഗൈസ്, നമുക്ക് അതൊന്ന് ഇങ്ങനെ എടുക്കാം. ഈക്വൽ രീതിയിൽ അങ്ങോട്ട് മടക്കുക. അപ്പോൾ ഇങ്ങനെ ഒന്നങ്ങോട്ട് മടക്കിക്കോളി. നമ്മൾ ടവലൊക്കെ മടക്കൂല, ഇങ്ങനെ അതേപോലെ അങ്ങോട്ട് മടക്കിയിട്ട് തുറന്നാൽ ഇങ്ങനത്തെ 4 എന്താ വര ഉണ്ടാവും. 1 1 2 3 4 വരല്ലേ. അത് ഓരോ ഞാൻ കാണിച്ചതാണ്. ഇങ്ങനെ തന്നെയാണോന്ന് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. നല്ല ഒട്ടുന്ന പശയാണ്. അതുകൊണ്ട് തന്നെ പശേനെക്കാട്ടും ഒട്ടുന്നുണ്ട് തോന്നുന്നു. കൈ പിടിഞ്ഞൊട്ടുന്നുണ്ട്. പിന്നെ അതെ, ഇവിടുത്തെ ഒരു കഷ്ണം ഇവിടെ, അതിങ്ങനെയല്ലേ കിട്ടുക. അത് നമുക്ക് ഈ തുമ്പത്തിലോട്ട് തന്നെ ഒട്ടിക്കണം. എപ്പോഴൊന്നും ഒട്ടിക്കരുത് കേട്ടോ പ്ലീസ്. അതേപോലെ ഇത് ഫുള്ളും ആക്കാതെ ഇതേപോലെ ഇതും ആക്കുക, ഇതേപോലെ ഇതും ആക്കുക. അങ്ങനെ ആക്കിട്ടോ. ഇത് പത്തൊന്ന് വിട്ട് ഒന്ന് വിട്ടേക്ക്. നിങ്ങൾ പിന്നെ ഓണത്തിന് പൂവൊക്കെ ഇടുന്നുണ്ട് ഗൈസ്. ഞാൻ ഇടുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ പിന്നെയും വരാം. ഇങ്ങനെ ഫുള്ള് നമ്മൾ ഒട്ടിച്ച് തീർത്തിട്ടുണ്ട് കേട്ടോ. ഇത് മാത്രം വിട്ടിട്ടുണ്ടോ? വിടണം. ഇങ്ങനെ കയറി കേട്ടോ. ഇങ്ങനെ കവറായി ചെയ്ത് ഇങ്ങനെ ഒട്ടിക്കാം. നന്നാക്കി ഒട്ടിക്കണം. എന്നോട് തന്നെ ഞാനും ഒന്നും കൂടി പറയുന്നുണ്ട്, നന്നാക്കി ഒട്ടിക്കണം. അപ്പൊ ഗൈസ്, ഇങ്ങനൊക്കെ ഒരു രീതിയിൽ വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് കളർ കൊടുക്കാം കേട്ടോ. അല്ല ഗൈസ്, എൻ്റെ വാച്ച് എങ്ങനെയുണ്ട്? തലയിരുന്നു പോയത്. അതിൻ്റെ കണ്ണുമ്മ വയ്ക്കുക ഒരു ലൈറ്റ് എത്തും. എൻ്റെ കണ്ണുമ്മ വയ്ക്കുക ഒരു വേനയും എടുക്കും. ആ കണ്ണുമ്മ വയ്ക്കാലും ഒരു വേന ഉണ്ടാവും. കേൾക്കുന്നുണ്ടോ അറിയില്ല. അതുപോലെ തന്നെ ഇരിക്കും. ഇനി പിന്മാറെടുക്ക്. പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ മറക്കിയിട്ട് ഒരു മീശ ഉണ്ടാവില്ലേ, അത് ഞാൻ വരച്ചെടുക്കും. ഇങ്ങനെ വയ്ക്കാം. അതൊന്ന് വെട്ടിയെടുക്കണേ. ഈ ഒരു ഭാഗമല്ലേ,
പേപ്പർ. അപ്പോൾ ഇത് ഇവിടെയും ഒന്ന് പശ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിക്കാട്ടോ. ഇങ്ങനെ ഒട്ടിക്കാം. ഒട്ടിക്കണ ഒട്ടിച്ചിട്ട് കുറച്ച് അലങ്കാരമൊക്കെ ചെയ്തിട്ട് ഞാൻ ചെയ്തു ഇവിടെ ഒട്ടിക്കണം ഗൈസ് കേട്ടോ. പിന്നെ ഒരു കാപ്പി കളറോ പിങ്ക് കളറോ ഞാൻ ഈ ഒരു പിങ്ക് കളർ എടുത്ത് ചെയ്തോളി. ഹലോ ഗൈസ്, നല്ല ചെയ്തോളി ഗൈസ്. എൻ്റെ ചെറുതായിട്ടൊന്ന് കീറിയിട്ടുണ്ട്, പക്ഷെ അതൊന്നും ഞാൻ വെട്ടില്ല, ചെയ്യാൻ വിചാരിച്ചു. ഇനി നമുക്ക് പെൻസിൽ ഉണ്ടോ നിങ്ങളടുത്ത്? ഒരു ഹാർട്ട് വരച്ചെടുക്കുക. അതിനൊന്ന് കളർ കൊടുക്കണേ. എന്താ ഞാൻ പുറത്തേക്ക് നന്നായി കൊടുക്കാം. കട്ട് ചെയ്യണം. ഹാർട്ട് ഷേപ്പ് എടുത്തോ. നിങ്ങൾ ഈ അയലാതെ നിങ്ങൾക്കൊരു ഡബിൾ സ്റ്റാപ്പായിട്ട് ഇവിടെ ഒട്ടിക്കാം. പിന്നെ ഇവിടെ ഒട്ടിക്കാം. ഇവിടെ ഒരു ടാപ്പില്ല, ഇങ്ങനത്തെ ടാപ്പായിട്ട് ഇവിടെ ഒന്ന് ഒട്ടിക്കാം. അത് ഇതിൻ്റെ പശ തീരാതെക്കാനാണ്. പിന്നെ ഗായ്സ് നമ്മൾ ഒന്ന് ഞാൻ ആക്കിയാൽ അതിൻ്റെ പശ ഒന്നും പോയില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇതിനി നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഇത് കുറച്ച് അലങ്കാരമൊക്കെ ചെയ്തങ്ങോട്ട് കൂട്ടിക്കോളെ. അപ്പോൾ ബൈ.